ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മേക്കപ്പിന്റെ പുതിയ രീതികളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേക്കപ്പിൽ ചെയ്യുന്ന ചില രഹസ്യ കൂട്ടുകളുണ്ട്, അതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്ന ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ബേസ്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. എന്തിനാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ സ്കിൻ ടോൺ റെഡി ആക്കാനായിട്ട്, അൺഇവൻ ആയിട്ടുള്ള സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഡൾനെസ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിങ്കിൾസ് കവർ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശശുദ്ധി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെയും പല തരത്തിലുള്ള ഫൗണ്ടേഷൻ ആണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അതായത് ലിക്വിഡ് ടൈപ്പ് ഉണ്ട്, ക്രീം ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിക്ക് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, പൗഡർ ടൈപ്പ് ഉണ്ട്. ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് മൂസ് ടൈപ്പിലും അതുപോലെ തന്നെ നമുക്ക് സിറം ടൈപ്പിലും ഫൗണ്ടേഷൻ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ ഫൗണ്ടേഷനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഓയിൽ സ്കിൻ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ പൗഡർ ഫോമിലോ ഉള്ള ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോർമൽ സ്കിൻ ആണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസോ അവ ഡ്യൂ ഫിനിഷിംഗ് കിട്ടുന്നതോ അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസോ വേണം നമ്മൾ അവർ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാഗ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. പല ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ബ്രഷുകൾ യൂസ് ചെയ്യും ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതുപോലൊക്കെ തരത്തിലുള്ള സ്പോഞ്ചുകളുണ്ട്, ഇത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ടും നമുക്ക് ഫൗണ്ടേഷൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിന് ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് നമ്മൾ ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. അത് പ്രത്യേകിച്ച് ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവാനായിട്ട് ഇതുപോലെയുള്ള ഫൗണ്ടേഷൻ ബ്രഷുകൾ യൂസ് ചെയ്താൽ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഈ കാണിച്ച പോലെയുള്ള സ്പോഞ്ച് ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവാനായിട്ടും ഒരു മീഡിയം കവറേജ് കിട്ടാനായിട്ടും ഇതുപോലെയുള്ള സ്പോഞ്ചുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. പിന്നെ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഡെയിലി നമുക്കൊരു മേക്കപ്പ് ചെറിയ രീതിയിലൊരു മേക്കപ്പ് ചെയ്ത് പുറത്തു പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് സിമ്പിൾ മേക്കപ്പിന് ഫിംഗേഴ്സ് യൂസ് ചെയ്താലും മതിയാവും. അല്ലാതെ ഉള്ള മേക്കപ്പുകൾക്ക്, അതായത് നമ്മൾ ഇത്തിരി ഒരു പാർട്ടി ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പോഞ്ചുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതുപോലെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം, അപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടമാന പ്രോഡക്റ്റ് ആദ്യം തന്നെ യൂസ് ചെയ്യാണ്ട് വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് വേണം നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങണം. അങ്ങനെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം നമ്മുടെ കൈയിന്റെ പുറത്തോ അല്ലെങ്കിൽ ഇതിന്റെ പാലറ്റ് ഉണ്ട് അതിന് മേളിൽ ഒരു അല്പം പ്രോഡക്റ്റ് എടുത്തിട്ട് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതെങ്ങനെ ഇടും? നമ്മളിപ്പോ ഇതുപോലെ ഇതൊരു ഫേസ് ആണെന്ന് വെച്ചോ, ഇങ്ങനെ ഒരു ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതിന്റെ ഹാഫ് ഏരിയയിലെ അതിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് ഫോർഹെഡിന്റെ പകുതി, നോസിന്റെ പകുതി, ലിപ്പിന്റെ പകുതി, അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രൊഡക്റ്റ് ഇടുന്നത്. ഈ ഭാഗം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ഈ ഒരു ഭാഗത്തെ ഫിനിഷിങ് കണ്ടിട്ട് മാത്രം അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ഒരു 3-4 തരം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊരു ക്ലോക്ക് വൈസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോളൂ. എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് സെറ്റ് ആവും. അപ്പൊ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സൈഡിലേക്ക് പോകുള്ളൂ. ഇവിടുത്തെ ഭാഗം ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ
നമ്മൾ ആ സൈഡിലേക്ക് പോയി നിന്നിട്ടാണ് ആ സൈഡ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഏരിയയിലെ വ്യത്യാസം നമുക്ക് ഇവിടെ ഈ നോർമലായിട്ട് ഉണ്ടായിരുന്ന ആളുടെ ഫേസും ഈ ഫേസും കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോ ഫൗണ്ടേഷൻ ഇപ്പൊ ഇടാൻ പഠിച്ചു. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യും? നമ്മൾ സെറ്റ് ചെയ്യുന്നതിനും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഓയിൽ സ്കിൻ ആയിട്ടുള്ള ഒരാളാണ് നമുക്കിപ്പോ മേക്കപ്പ് ചെയ്യാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മള് നമ്മളുടെ ട്രാൻസ്ലൂസന്റ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം. അതല്ല അല്ലാതെ നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീസോൺ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനാണ്, ഇത്ര ഏരിയ. ഇങ്ങനെ ഏരിയയിൽ മാത്രം നമ്മൾ പൗഡർ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അല്ലാത്തവർക്ക് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇവിടെ ക്ലിയർ ആയി. ഇനി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ചെറിയ ചെറിയ കുഞ്ഞി ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഫൗണ്ടേഷൻ എത്ര നല്ല ഫൗണ്ടേഷൻ സെലക്ട് ചെയ്താലും, എങ്ങനെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും, ഇതിന്റെ അകത്തൊരു ബേസ് കോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കളർ കറക്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത്. എന്നാൽ നോർമൽ സ്കിൻ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്കിപ്പോ കളർ കറക്റ്റർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ ഒരു നല്ലൊരു ടിപ്പാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ഫൗണ്ടേഷന് മുമ്പേ നമ്മളൊരു കളർ കറക്റ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഒരു ഫിനിഷിങ് കിട്ടും. എന്തിനാണ് നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചില സ്കിന്നിൽ ചില റെഡ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടുകൾ കാണും, ബ്രിങ്കിൾസ്, ഡൾനെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊരു കളർ കറക്റ്റർ വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫൗണ്ടേഷന് ഭയങ്കരമായിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഡൗൺവേർഡ് വേണം ഇടാൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ മേളിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയർ ലൈൻസ്, ഹെയർ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ഡൗൺവേർഡ് മാത്രം ചെയ്യാം. അപ്പോൾ പാച്ചസ് ഒന്നും ഉണ്ടാവില്ല, നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ നെക്ക് സൈഡും ഈ ചേക്കിന്റെ ഈ സൈഡും ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് ഇതുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ വേറൊരു കളറിൽ നിൽക്കും, നമ്മളുടെ കഴുത്ത് ഭാഗങ്ങളൊക്കെ വേറൊരു ലെവലിലൊക്കെ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ചെവിയും കൂടെ കൂട്ടി ചേർത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഷെയ്ഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ കറക്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക, വളരെ കുറഞ്ഞ എമൗണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. പിന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും പേര് ഈ ഹെയർ ലൈൻസിന്റെ ഈ ഏരിയ ഒക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഇവിടെ ഒഴിവാക്കുന്നത്, അല്ല ജോലൈൻ നമ്മുടെ ഇവിടെയുള്ള ഏരിയയിലൊക്കെ ഒഴിവാക്കി ഇത് ചെയ്യുന്നതാണ് പിന്നെ കോമൺ ആയിട്ട് വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിങ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഹൈലൈറ്റിംഗ് ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യുകയും, അതുപോലെ ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് കോണ്ടോറിങ് ഏരിയ ക്ലിയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഇടുക, എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ഞങ്ങൾക്ക് ഏത് തരം ഫൗണ്ടേഷൻ ആയിരിക്കും നന്നായിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ കളർ കറക്റ്റർ അത് എങ്ങനെ യൂസ് ചെയ്യണം, ആരൊക്കെയാണ്, ഏതൊക്കെ തരം പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ അക്കാഡമിയിൽ ക്രിസ്മസിന് വളരെയധികം ഓഫറുകൾ, വമ്പൻ ഓഫറുകൾ എന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നമ്മുടെ വെബ്സൈറ്റിലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഇന്ന് തന്നെ ഉറപ്പാക്കണം. മറക്കാതെ ഈ അവസരം ഉപയോഗിക്കുക. ഒരുപാട് ഓഫറുകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.